മുണ്ടക്കയം സ്വദേശിയായ വയോധികനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് ലക്ഷങ്ങൾ തട്ടുവാനുള്ള ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം ബാങ്ക് ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിൽ പൊലിഞ്ഞു. കാനറ ബാങ്കിന്റെ ബോംബെ ശാഖയിൽ ഇയാളുടെ പേരിൽ അക്കൗണ്ടുണ്ടെന്നും അതുവഴി ആധാർ നമ്പർ ഉപയോഗിച്ച് കോടികളുടെ ഇടപാടുകൾ അന്യായമായി നടന്നുവെന്നും അത് പരിഹരിക്കുവാനായി നിലവിലെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുമായിരുന്നു തട്ടിപ്പുകാരുടെ പ്രധാന ആവശ്യം. തങ്ങൾ ഉദ്യോഗസ്ഥരാണെന്നും നിങ്ങളുടെ രേഖകൾ പരിശോധിച്ച ശേഷം ശരിയായ രീതിയിലാണ് പണം കൈമാറ്റം നടന്നിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ നൽകുന്ന പണം തിരികെ നൽകുമെന്നുമായിരുന്നു തട്ടിപ്പ് സംഘം വയോധികനെ വിശ്വസിപ്പിച്ചിരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾക്ക് സമാനമായി വീഡിയോ കോളിലൂടെ ഓഫീസും ഇതിന് പുറകിലായി ഉദ്യോഗസ്ഥരുടെ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആധുനിക ടെക്നിക്കുകൾ ഉപയോഗിച്ച് വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഫോണിലേക്ക് വീഡിയോ കോൾ വിളിക്കുകയാണ് തട്ടിപ്പുകാർ ചെയ്തത്. ഇതനുസരിച്ച് തട്ടിപ്പുകാർ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റുവാനായി ഗ്രാമീൺ ബാങ്കിന്റെ മുണ്ടക്കയം ശാഖയിൽ എത്തിയപ്പോഴാണ് ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടൽ ഉണ്ടായത്. അക്കൗണ്ടിലുള്ള 30 ലക്ഷത്തോളം രൂപ മുഴുവനായും മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് വയോധികനായ ഇടപാടുകാരൻ ജീവനക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു. കാര്യം തിരക്കിയപ്പോൾ മകളുടെ പേരിൽ ബിസിനസ് തുടങ്ങുന്നതിനാണ് പണമെന്ന് ഇയാൾ പറഞ്ഞു. എന്നാൽ പണം കൈമാറ്റം ചെയ്യുവാനായി നൽകിയ ICICI ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ പരിശോധിച്ചതോടെ സംശയം തോന്നിയ മുണ്ടക്കയം ഗ്രാമീൺ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ICICI ബാങ്കിന്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. ഇവർ നടത്തിയ പരിശോധനയിൽ ഏറെ നാളായി നിർജീവമായി കിടന്ന അക്കൗണ്ടാണ് ഇതെന്നും 2 ദിവസത്തിനിടയിൽ വലിയ തുക ഈ അക്കൗണ്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടെന്നും ഉടൻ തന്നെ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ICICI ബാങ്ക് അധികൃതർ അറിയിച്ചു. ഉടൻ തന്നെ ഗ്രാമീൺ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇടപാടുകാരനെ സംഭവം തട്ടിപ്പാണെന്നും തുക കൈമാറരുതെന്നും അറിയിച്ചു. ഒരു കസ്റ്റമർ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ആൾക്ക് ആക്ച്വലി ആളൊരു ക്യാഷ് വിഡ്രോവലിന് വേണ്ടിയിട്ടാണ് വന്നത്. ക്യാഷ് വിഡ്രോ ചെയ്തു, ഒരു 10,000 ആണെന്ന് തോന്നുന്നു ആദ്യം വിഡ്രോ ചെയ്ത് പോകുന്നതിന് മുമ്പ് ആൾ നമ്മളുടെ അടുക്ക പറഞ്ഞു RTGSൻ്റെ ഫോം വേണം എന്ന് പറഞ്ഞു. നമ്മൾക്ക് നല്ല പരിചയമുള്ള ആളായതുകൊണ്ട് തന്നെ RTGS എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പം ആൾ പറഞ്ഞു ആളുടെ 2 ചുരുട്ടി പിടിച്ച പോലെ കയ്യിൽ 2 FD റെസിപ്റ്റ് നമ്മുടെ ഇവിടെ ഡെപ്പോസിറ്റ് ഇട്ടിരുന്നതാണ്. അപ്പോൾ ആ 2 FD റെസിപ്റ്റ് കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലുള്ള എൻറ്റയർ എമൗണ്ട് ക്ലോസ് ചെയ്ത് ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞ് തന്നു. അപ്പം ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പം ഈ ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു ഡൗട്ട് തോന്നി. അതുമാത്രമല്ല ഒരു ലോങ് ടേമിലേക്ക് ഇട്ട ഒരു ഡെപ്പോസിറ്റാണ്. അപ്പം പെട്ടെന്ന് ആ എമൗണ്ട് എന്തിനാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആളുടെ ഒരു പേഴ്സണൽ മോളുടെ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്ലോസ് ചെയ്ത് എറണാകുളത്തുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിച്ചപ്പം ആളിങ്ങനെ പേപ്പറിൽ എഴുതിയ പോലെയായിരുന്നു എഴുതിയിട്ടുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസും IFSC കോഡും ഒക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മൊബിലിറ്റി അങ്ങനെ എന്തോ ഒരു സംതിങ് അങ്ങനെ ഒരു പേരിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. 2 FD ക്ലോസ് ചെയ്യണം, പിന്നെ അക്കൗണ്ടിൽ കിടക്കുന്ന എൻ്റയർ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം എൻ്റെ അടുത്താണ് വന്നത്, എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ഇത് വന്നൊരു ഡൗട്ട് തോന്നി ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നു, മാനേജറെ കണ്ടു. മാനേജറോട് പറഞ്ഞപ്പം സാറ് പറഞ്ഞു ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഈ അക്കൗണ്ട് ജെനുവിൻ ആണോ, ഇതെന്താണ്, അല്ലെങ്കിൽ മോളുടെ നമ്പർ ഇതാ, മോളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, അത്യാവശ്യമാണ്, മോളോട് ചോദിക്കണ്ട, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഫണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ സാറിനെ കണ്ടു, സംസാരിച്ചു. അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ICICI ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, ICICI ബാങ്കിൻ്റെ എറണാകുളം ടൗണോ മറ്റോ അങ്ങനെയുള്ള ഒരു IFSC കോഡായിരുന്നു. അപ്പോൾ നമ്മൾ ICICI ബാങ്കിൽ കോൺടാക്റ്റ് ചെയ്തു. ഈ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പം ഇതൊരു ഇനാക്റ്റീവായിട്ട് കിടന്ന അക്കൗണ്ടാണ്. റീസെൻ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തതും ആ പർട്ടിക്കുലർ ഡേയിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അതിനകത്തുനിന്ന് ക്രെഡിറ്റും ഡെബിറ്റും ക്രെഡിറ്റ് വരുന്ന എമൗണ്ട് തന്നെ അപ്പം തന്നെ വൈപ്പ് ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അവരും ഒരു കൺഫ്യൂസിങ്, അവർ പറഞ്ഞു ഇത് ജെനുവിൻ ആണെന്ന് തോന്നുന്നില്ല, അക്കൗണ്ട് ഇത്ര നാൾ ഇനാക്റ്റീവായിട്ട് കിടന്ന് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ ബൾക്കായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്, അവരിപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ അവരുടനെ തന്നെ ചെയ്യുന്നതാണ്, നമ്മൾ കസ്റ്റമറെ എത്രയും പെട്ടെന്ന് കാര്യം അറിയിക്കണം, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം ആളെ വീണ്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ മാനേജർ ആളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ആളുടെ ഈ ഡെപ്പോസിറ്ററുടെ വീട്ടിലെത്തി
വീട്ടിലെത്തിയപ്പോൾ അവർക്കിവിടെ മുണ്ടക്കയം ടൗണിൽ തന്നെ പല ബാങ്കിലും ഡെപ്പോസിറ്റുകളുണ്ട്. ആളിവിടെ എല്ലാം പോയിരുന്നു. അവിടെ എല്ലാം പോയി എല്ലായിടത്തെ FD ക്ലോസ് ചെയ്ത് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ചെക്ക് ബുക്ക് വേണമെന്ന് ബാങ്ക് നിർബന്ധം പിടിച്ചതുകൊണ്ട് തന്നെ ചെക്ക് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വീട്ടിലേക്ക് പോയ സമയത്താണ് നമ്മളിവിടുന്ന് മാനേജർ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ കുറേ ബുദ്ധിമുട്ടി സാർ പറഞ്ഞത് മനസ്സിലാക്കാൻ. കാരണം അത്രമാത്രം ആളെ അവർ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ആധാർ നമ്പർ വെച്ചിട്ട് എന്തോ വലിയ ഫ്രോഡ് നടന്നിട്ടുണ്ട്, അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ ഒരു വലിയ എമൗണ്ട് അവർക്ക് കൊടുക്കണം, ആൾ ജെനുവിൻ ആണെങ്കിൽ 3 ദിവസം കൊണ്ട് ഈ എമൗണ്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് തരും എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാ ബാങ്കിലും കൂടെ അറൗണ്ട് ഒരു 60-70 ലാക്ക് അത്രയും എടുത്തിട്ടുണ്ടാവും തോന്നുന്നു. ആദ്യം വിശ്വസിക്കുവാൻ തയ്യാറാകാതിരുന്ന ഇടപാടുകാരൻ്റെ വീട്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇതോടെ മുണ്ടക്കയത്തെ മറ്റ് പല ബാങ്കുകളിൽ നിന്നായി 60 ലക്ഷത്തോളം രൂപ തട്ടിപ്പ് സംഘത്തിന് കൈമാറുവാനുള്ള തീരുമാനം ഇടപാടുകാരനായ വയോധികൻ ഉപേക്ഷിച്ചു. വീഡിയോ കോളിലൂടെ വെർച്വൽ അറസ്റ്റും പണം തട്ടലും വ്യാപകമായ ഈ കാലത്ത് മുണ്ടക്കയം ഗ്രാമീൺ ബാങ്കിലെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അവസരോചിതമായ ഇടപെടൽ മാതൃകാപരമാണ്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.